ഇതാണ് ഞങ്ങളിപ്പോൾ ഓടിക്കുന്ന കാറ്. 2 കൊല്ലം മുമ്പ് എനിക്ക് ചൈനയിൽ ലൈസൻസ് കിട്ടിയ സമയത്ത് ഞങ്ങളൊരു വണ്ടി വാങ്ങിക്കാൻ തീരുമാനിച്ചായിരുന്നു. പുതിയ വണ്ടി വാങ്ങിക്കാൻ വേണ്ടി കുറേ ഷോറൂമൊക്കെ കയറി ഇറങ്ങിയപ്പോൾ ചിന്നൂടെ അമ്മ പറഞ്ഞു, പുള്ളിക്കാരത്തി ഉപയോഗിച്ചിരുന്ന വണ്ടി ഇപ്പോൾ വെറുതെ കിടക്കുക, ആരും ഉപയോഗിക്കാറില്ല. ചിന്നൂനും വണ്ടി ഓടിച്ച് വലിയ പരിചയമില്ല. സോ പഴയ വണ്ടിയായ തട്ടിയാലും മുട്ടിയാലും പ്രശ്നമില്ലല്ലോ. അങ്ങനെ കരുതി അമ്മയുടെ പഴയ വണ്ടി ചിന്നൂടെ പേരിലോട്ടാക്കി. 18 വർഷമായിട്ട് ഈ വണ്ടി ചിന്നൂടെ വീടിൻ്റെ ഒരു അംഗമാണ്. അകത്തുനിന്നായാലും പുറത്തുനിന്നായാലും വണ്ടിയുടെ അവസ്ഥ പരിതാപകരമാണ്. വണ്ടി ഓടിച്ച കഴിഞ്ഞ 2 കൊല്ലം ഓരോ സാധനങ്ങൾ ഇതുപോലെ പൊളിഞ്ഞു വന്നുകൊണ്ടേയിരുന്നു. എല്ലാം തൊടിച്ചും മുട്ടിച്ചും ഇങ്ങനെ ചുമ്മാ വെച്ചേക്കാണ്. ഏകദേശം 2.25 ലക്ഷം കിലോമീറ്റർ ഇത് ഓടി കഴിഞ്ഞു. കാണുന്നവരെല്ലാവരും പറയും പുതിയൊരു വണ്ടി വാങ്ങിക്കൂടെയെന്ന്. കഴിഞ്ഞ പ്രൊജക്റ്റ് തീരാറായപ്പോൾ തീരുമാനിച്ചതാണ്. അടുത്ത പ്രൊജക്റ്റിൽ ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ എന്തായാലും പുതിയ വണ്ടി വാങ്ങിക്കണമെന്ന്. ഈ വീഡിയോയുടെ പോക്ക് എങ്ങോട്ടാന്ന് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞാനായാലും ചിന്നു ആയാലും ഞങ്ങൾ സ്വന്തം ആവശ്യത്തിന് ഏറ്റവും എക്സ്പെൻസീവായിട്ട് വാങ്ങിയ സാധനം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഫോണാണ്. ഇത്രയും വർഷങ്ങളായിട്ടും ഞങ്ങൾ ഒരാവശ്യത്തിനും ഇതുവരെയും ബാങ്കിൽ നിന്ന് ലോൺ പോലും എടുത്തിട്ടില്ല. ഇപ്പോൾ അതൊക്കെ മാറാൻ സമയമായിരിക്കുന്നു. ചിന്നു ഫുൾ എക്സൈറ്റ്മെൻറ്റിലാണ്. ചൈനയിൽ കഴിഞ്ഞ കൊല്ലം തൊട്ട് ഗവൺമെൻറ് വക പുതിയ വണ്ടി വാങ്ങിക്കുന്നവർക്ക് സബ്സിഡി ഉണ്ട്. നിങ്ങൾ പഴയ വണ്ടി കൊടുത്ത് EVയോ ഹൈബ്രിഡോ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 2.5 ലക്ഷത്തോളം ഗവൺമെൻറ് വക സബ്സിഡി കിട്ടും. പഴയ വണ്ടി 2012 മുമ്പ് രജിസ്റ്റർ ചെയ്ത വണ്ടിയായിരിക്കണമെന്ന് മാത്രം. EVന് പകരം പുതിയ പെട്രോൾ കാർ വാങ്ങിക്കുകയാണെങ്കിൽ അതിനും 1.25 ലക്ഷത്തോളം സബ്സിഡി ഉണ്ട്. അമ്മയുടെ വണ്ടി ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഭാവിയിൽ ഇതിന് ഇത്രയും സബ്സിഡി കിട്ടുമെന്ന്. അങ്ങനെ ഞങ്ങൾ വന്നെത്തിയേക്കുന്നത് ചൈനയിൽ വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റിയ ഒരു ബ്രാൻഡിൻ്റെ ഷോറൂമിലാണ്. ബാക്കി വിശേഷം അടുത്ത വീഡിയോയിൽ.